ഇത് മാമന്റെ മോന്റെ ക്യാമറ. ഇത് ഏത് ചാനലാ? ഇടയിലുള്ള ട്രിവിയനോ? അപ്പൊ ഈ രണ്ട് ക്യാമറ നിങ്ങളുടെയാണോ? അല്ല, രണ്ട് ചാനലാണോ? മറ്റേ ചാനലിന്റെ പേരെന്താ? NV ഫോക്കസ്. ഓ, നന്നായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കേട്ടോ. എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് കണ്ടന്റ്? അവനുണ്ടോ നീലക്കുയിൽ? എവിടെ? തൊപ്പി എവിടെ? കണ്ടില്ല. സ്റ്റാഫാണോ? മറ്റൊരു പനി പിടിച്ച് കണ്ണു വെച്ച്. ഒരു രക്ഷയില്ല ഏട്ടാ, അടിപൊളി. അപ്പൊ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? പണിയൊന്നുമില്ല. ഞാനും കാർത്തിക്കും തമ്മിൽ ചെറിയ ചെറിയ കുസൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, എൻ്റെ കല്യാണത്തിന് അവൻ കാണിച്ച കുസൃതി. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹൈപ്പിൻ്റെ കാര്യമൊന്നുമില്ല. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവനാ മെയിൻ പണി കൊടുക്കുന്നത് ഫസ്റ്റ് നൈറ്റിന്. അവനെ തൂക്കിയേക്കും. ഇവന് ഫസ്റ്റ് നൈറ്റിന് ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ ഷർട്ട് ഇടാതെ പെണ്ണുങ്ങളുടെ ഇന്നർ ഇട്ട് ഇവനെ വെളിയിലിറക്കി ഡാൻസ് കളിപ്പിച്ച് വെള്ളം ബക്കറ്റ് കുളിപ്പിച്ചു, ദോശ എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. തിരിച്ചെന്താ ചെയ്യാൻ പോകുന്നത്? തിരിച്ച് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമോ? അങ്ങനെ ഒരു പണി എല്ലാരും കാണട്ടാ. ലൊക്കേഷൻ ഇട്ടിരട്ടെ, ഞങ്ങളെ കഴിഞ്ഞാൽ വരും ഉറപ്പായിട്ട്. ഇവരെന്തെങ്കിലും പറയും, ഇവരെന്തെങ്കിലും പറഞ്ഞു. കാർത്തിക് സൂര്യനാട്ടി ആഗ്രഹിച്ച് ഈ കല്യാണം നടക്കുന്ന മാഹിമച്ചാനാണ് ഞാൻ അറിഞ്ഞത്. ഈ പണി കൊടുക്കാൻ വേണ്ടി അത്രയും കാത്തിരിപ്പനത്തെ. ഇല്ല, ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചുക്കിടി പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ഇതിവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഇത് ഒരു സന്തോഷം. കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ്, എനിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം. പണി കൊടുക്കുന്നതിനല്ല. ഞാനിനി ഇങ്ങനെ പണിയൊന്നും കൊടുക്കാൻ പോകില്ല. ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് പണിയാണ്. എല്ലാവർക്കും കേൾക്കേ പറയാണ്, ഞാനിനി ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറങ്ങില്ല. ഇത് എൻ്റെ കരിയറിലെ റിട്ടയർമെൻ്റാണ്. റിട്ടയർമെൻറ്റ് പണി. ഒന്നൊന്നര പണിയായിരിക്കും. അത്രയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ. ഇത് ഓരോരുത്തരും ഇപ്പം ഒടിയൻ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു, അയ്യോ ഭയങ്കര സാധനം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് പലരും പറയും അത്ര പോരാ, ഓക്കെയാണ്, പക്ഷെ അടിപൊളിയാണ്, തുടരും. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലർ പറയാം ഓക്കെ എന്നെല്ലാം പറയില്ല. അപ്പൊ അതിനോടാണ് കമ്പാരിസൺ. ഇപ്പൊ മോഹൻലാൽ പടങ്ങളോടാണ് എന്താണ് മാഹിമച്ചാൻ. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്കുന്നുണ്ടോ? അല്ല, എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? മാഹിമച്ചാന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ വരുന്നത്, അല്ലാതെ വേറെ ജീവിതത്തിൽ കോളേജിലെല്ലാം ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് ഇന്ന് ഒരു ഈ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഏത്? മറ്റേ അന്നത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. കല്യാണം കഴിഞ്ഞ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനൊരു ഷേക്കൻ്റെ അടുത്ത് അങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര ചുമ്മാ കുത്തിത്തിരിപ്പ്. വെളി ഇറങ്ങുമ്പോഴേ കാർത്തിക്കിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഇടിയൊക്കെ മണിയടിക്കുക എന്നൊക്കെ പറയില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെയൊക്കെ വന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോയപ്പോൾ വീണ്ടും ഒരു തൊര. ഇതിൽ പാർട്ട്നേഴ്സായിട്ട് കാര്യം വരുന്നുണ്ട്. ഈ പണിയിലെ പാർട്ട്നേഴ്സായിട്ട് ജഡ്ഡി കച്ചവടം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. ജഡ്ഡിയൊക്കെ ചീപ്പ് പരിപാടിയാണ്. അപ്പൊ ഹൈ ക്ലാസ് ആണ്, വീണ്ടും കൂട്ടി ക്ലാസ്. ജഡ്ഡിയൊക്കെ ചീപ്പ് പരിപാടിയാണ്. അതൊക്കെ കാലം കഴിഞ്ഞില്ലേ. നീ ജഡ്ഡി എല്ലാവരും ജഡ്ഡി വിടും. അതിന്റെ ആവശ്യമില്ല. പ്രായം കൂടിയതിൻ്റെതാണ്. പ്രായം കൂടിയതിൻ്റെ ആയിരിക്കാം. നിനക്ക് ജഡ്ഡി ഇഷ്ടം. അന്ന് ജഡ്ഡി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൂന്നെണ്ണം എന്തോ ബാക്കിയുണ്ട്, വേണോ? ഡിസൈനൊക്കെ പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ കൂടെ ഇടണ്ട, ഞാൻ തരാം. ഓക്കേടാ, അപ്പൊ ശരി. താങ്ക് യു വെരി മച്ച്.